Hi all, welcome back to my channel Unikids. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ സ്നിക്കേഴ്സ് ബാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ അത്യാവശ്യം നമുക്ക് വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നിക്കർ ബാർസ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എങ്ങനെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മാസം 27-ാം തീയതി വരെ ഞാനിരുന്ന വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഹോം മെയ്ഡ് സ്നിക്കേഴ്സ് ബാർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് അളവിൽ കടലയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നിക്കേഴ്സ് ബാറിൻ്റെ ഏറ്റവും അടിയിലുള്ളൊരു ലെയറാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കടലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ കുറച്ചൊരു എളുപ്പപ്പണിയായിട്ട് ഇതേപോലെ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് ക്രഷ് ആവണ്ട, എന്നാൽ ഒരുപാട് പൗഡർ ആവണ്ട, ആ ഒരു രീതിയിൽ അടിച്ചെടുത്തോളൂ. അപ്പോൾ കുറേ ഇട്ട് അടിക്കുന്ന സമയത്ത് തോനെയും പൗഡറായിട്ട് പോവും. അപ്പോൾ കുറച്ചിട്ടിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അടിക്കുന്ന സമയത്ത് നമ്മൾ പൾസ് ബട്ടൺ, ആ പിറകോട്ടുള്ള ബട്ടണ് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് അമർത്തി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് എടുത്ത് കളയുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പൗഡറായിട്ട് പോവും. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്നും അങ്ങ് പൊടിഞ്ഞു കിട്ടിയാൽ മതി. കുറച്ച് പൊടിയും കുറച്ച് ആ ഒരു കടലയുടെ ഒരു മിക്സും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഒരു കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിനായി കിട്ടണം. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു 1/2 കപ്പ് കടല മുഴുവനായിട്ടും അതേപോലെ കുറച്ചായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് പീനട്ട് ബട്ടർ വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ പീനട്ട് ബട്ടർ ഇല്ലായിരുന്നു. ഞാൻ ഈ ഒരു കടല വെച്ചിട്ട് തന്നെയാണ് പീനട്ട് ബട്ടർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിലോട്ട് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട. കുറച്ച് കടല മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പീനട്ട് ബട്ടർ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് കടല മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 2-3 പ്രാവശ്യം നമ്മൾ പൾസ് ബട്ടൺ അമർത്തി കൊടുത്തിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് അത് നന്നായിട്ട് പൗഡർ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ 2-3 പ്രാവശ്യം പൾസ് ബട്ടൺ അമർത്തി ഇതൊന്ന് പൗഡർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ സ്പീഡിലിട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ അടിക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു മിക്സിയുടെ സൗണ്ട് മാറി വരുന്നത് കാണാം. അപ്പോൾ ഓരോ പ്രാവശ്യം സൗണ്ട് ഇങ്ങനെ മാറുന്ന സമയത്ത് ജസ്റ്റ് അതൊന്ന് പുറത്തോട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും അടിക്കാനായിട്ട് വെക്കുക. ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ് സ്പീഡ്, തേർഡ് സ്പീഡ് അങ്ങനെ ഇട്ടിട്ട് അടിച്ചെടുത്തതാണിത്. അപ്പോൾ ഇത് കണ്ടതിൽ നമ്മൾ ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കടല അടിച്ചെടുത്താൽ നമുക്ക് ഈ ഒരു പീനട്ട് ബട്ടർ കിട്ടും. ഈ ഒരു 1/4 കപ്പ് അളവിൽ നമ്മൾ എത്രത്തോളം പീനട്ട് ബട്ടർ കിട്ടിയോ അത് മുഴുവൻ ഞാൻ ഈ ഒരു കടലയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പീനട്ട് ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പീനട്ട് ബട്ടർ നമ്മൾ നേരത്തെ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കടയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലോട്ട് ചേർക്കുന്നത് 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ്. നമ്മൾ വേറെ സാധാരണ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ തേനും 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർക്കുക. തേൻ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി വാനില എസൻസ് ഒഴിക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല. കയ്യിലുണ്ട്, ഫ്ലേവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടേ ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കൈ വെച്ചിട്ടോ സ്പാച്ചിൽ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം കേട്ടോ നമുക്കിത് കിട്ടേണ്ടത്. നമുക്കിത് ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ നന്നായിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പാത്രം വേണം. ഞാനിവിടെ ഒരു ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സാധാരണ ഐസ്ക്രീമിൻ്റെ പാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചതുരത്തിലുള്ളതോ ഒരു പ്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് എല്ലാ ഭാഗത്തും ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാ ഭാഗത്തോട്ടും ഏകദേശമൊക്കെ ഒരേപോലെ ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കടല ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 1/2 കപ്പ് അളവിൽ കടലയാണ് കേട്ടോ. നിങ്ങൾക്ക് അത്രയും കടല വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒരു കട്ടി ലെയറായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി അതൊന്ന് അവിടെ അമർത്തി ഒന്ന് നല്ലപോലെ അവിടെ സെറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കപ്പോ ഗ്ലാസ്സോ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു 2 ലെയറിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരമൽ ലെയറും കൂടെ റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് കാരമലൈസ് ചെയ്യുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതുക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ ഒരു കാരമൽ കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അടി ഒട്ടും കരിയാതെ നല്ലപോലെ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്താലും മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഏത് വേണേലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഇങ്ങനെ പതിഞ്ഞു പൊങ്ങിയിട്ട് വരും. അത് കാര്യമാക്കേണ്ട. നന്നായിട്ടെല്ലാം മിക്സ് ആയി കഴിഞ്ഞാൽ അതൊരു കാരമലിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് മാറിക്കോളും. ഇതേപോലെ തിളച്ച് എല്ലാം കൂടെ ഇങ്ങനെ കട്ടിയിട്ടിരിക്കും. അത് കാര്യമാക്കേണ്ട. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു കാരമലിൻ്റെ കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കുക. ഒരുപാട് തിക്കാക്കേണ്ട. ഒരുപാട് തിക്കാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന സമയത്തേക്കും ഹാർഡായി പോവും. ഞാൻ ഒരു ഇച്ചിരി അധികം തിക്കാക്കി പോയി. അപ്പോൾ ഞാൻ ഒഴിച്ച ആ ഒരു സമയം കൊണ്ട് തന്നെ അത് ലൈറ്റായിട്ടൊന്ന് ഹാർഡാവാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര ഹാർഡാക്കിയിട്ട് എടുക്കണ്ട കേട്ടോ. പിന്നെ കുറച്ചൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആകുന്ന സമയം ഇങ്ങനെ ഒരു ഒലിച്ച് വരുന്ന ആ ഒരു ഇതിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കടലയുടെ മുകളിലോട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാൻ ഈ ഒരു കാരമൽ എല്ലാ ഭാഗത്തോട്ടും ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചൂടായിരിക്കും. നമ്മൾ കൈ വെച്ച് തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇത് ഒന്നും കൂടെ ഹാർഡാവും. അപ്പോൾ നമുക്ക് ശരിക്കും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാരമൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇത് നല്ലപോലെ കട്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാനിത് ഏകദേശം ആ ഒരു സ്നിക്കേഴ്സിൻ്റെ ഒക്കെ ആ ഒരു ഇതിൽ കട്ട് ചെയ്ത് ചതുരത്തിലാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മിനിമം ഇത് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് കിട്ടണം. എന്നാലേ നമുക്ക് ഇത് ഓരോന്നും എടുത്തിട്ട് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തിരക്കിട്ട് ഒരു 30 മിനിറ്റൊക്കെ ആയപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് മിനിമം ഒരു 1 hour എങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. എന്നാലേ ഇത് ശരിക്കും റെഡി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതൊരു 1 hour തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് തണുത്ത് വരുമ്പോഴേക്കും നമുക്കിത് ഡിപ്പ് ചെയ്യാനുള്ള ചോക്ലേറ്റ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ വൈറ്റ് ചോക്ലേറ്റും 2 ടേബിൾ സ്പൂൺ അളവിൽ ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഇത് മൈക്രോവേവ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് അളവിൽ മിൽക്ക് ചോക്ലേറ്റ് എടുത്താലും മതി കേട്ടോ. ഇത് ഏകദേശമൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് റെഡിയാവും. അപ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്നിക്കേഴ്സ് ബാറിൻ്റെ ബേസും കൂടെ ഞാനിവിടെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കി ഒന്ന് എല്ലാം കൂടെ ഒന്ന് വിട്ട് നോക്കാൻ നോക്കിയപ്പോൾ കുറച്ചെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലപോലെയുള്ള 3 എണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ബാക്കിയൊക്കെ ചെറിയ പീസാണ്. ചെറിയ പീസ് ഞാൻ ഈ ഒരു ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ലപോലെ ഒരു 1 hour സെറ്റ് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോ സ്നിക്കേഴ്സ് ബാർ ഈ ഒരു ചോക്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 2 ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ടുള്ള കടലയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ സ്നിക്കേഴ്സിൽ അതൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാനിത് പ്ലെയിൻ ആയിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ എല്ലാ ചോക്ലേറ്റും പൊട്ടിപ്പോയതും അല്ലാത്തതൊക്കെ ഇതേപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ബട്ടർ പേപ്പറിലോട്ട് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ മാറ്റി വെച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. ചോക്ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഹാർഡായിക്കോളും. അപ്പോൾ നമുക്ക് പൊട്ടാതെ എടുക്കുക എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 8 എണ്ണത്തിൻ്റെ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ സ്നിക്കേഴ്സിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. നമുക്ക് എത്ര വേണേലും കഴിക്കുകയും ചെയ്യാം. നമ്മൾ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇതിൽ ആഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു സ്നിക്കേഴ്സ് ബാർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ആരും മറക്കരുത്.